ഇസ്രായേലിനെ മുച്ചൂട് മുടിച്ച് ഇറാൻ ആക്രമണം നിർത്തി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പേർഷ്യൻ രാജ്യം ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുന്നത്. പല യുദ്ധങ്ങളും കെടുതികളും വിഷയങ്ങളും പ്രശ്നങ്ങളും അതിജീവിച്ച ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു അനുഭവം ഇതാദ്യമായിട്ടാണ്. പല യുദ്ധങ്ങളെയും അഭിമുഖീകരിച്ചിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. യോങ്കിപ്പോർ യുദ്ധം വന്നു, 6 ഡേ വാർ യുദ്ധം നടന്നു, അതിനുശേഷം പല യുദ്ധങ്ങളും നടന്നു. അഥവാ ഒരു 8ഓളം യുദ്ധം വ്യത്യസ്തമായിരിക്കുന്ന അറേബ്യൻ രാജ്യങ്ങൾ സംയുക്തമായ രീതിയിൽ തന്നെ ഇസ്രായേലിനെതിരെ നടത്തിയിട്ടുണ്ട്. 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം അവർ അഭിമുഖീകരിച്ച ഭീകരമായിരിക്കുന്ന യുദ്ധങ്ങളിലൊന്ന് യോങ്കിപ്പോർ യുദ്ധമാണ് എന്ന് ചില ചരിത്ര രേഖകൾ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ അതൊന്നും അതിജീവിക്കാൻ, വിജയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അറേബ്യൻ രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടില്ല. മാത്രമല്ല, ആക്രമിക്കുന്ന സമയത്ത് ഒരു രാജ്യമല്ല ആക്രമിക്കാറുള്ളത്, സംയുക്തമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങൾ ചേർന്ന് നിന്നിട്ടാണ് ആക്രമിക്കുക. 1967 അറബ് ഇസ്രായേൽ യുദ്ധം എന്ന് പറയുന്നത് അറേബ്യൻ രാജ്യമായിരിക്കുന്ന ഇറാഖും അതോടൊപ്പം തന്നെ ഒരു പരിധിവരെ പേർഷ്യൻ രാജ്യമായിരുന്ന ഇറാന്റെ പിന്തുണയും ഉണ്ട് എന്ന് പറയപ്പെടും. നേരിട്ടല്ലെങ്കിൽ പോലും അതല്ലാത്തിൻ്റെ സൗദി അറേബ്യയുടെ സഹായം പോലും ആ യുദ്ധത്തിന് ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധം 4 രാജ്യങ്ങൾ നേരിട്ടും മറ്റ് ചില രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ അല്ലാത്ത രീതിയിലും സഹായിച്ച യുദ്ധമാണ്. പക്ഷേ അതിജീവിക്കാൻ വേണ്ടി സാധിച്ചില്ല. ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ അബ്ദുൽ നാസർ ഭരണം നടത്തുന്ന ആ കാലഘട്ടത്തിൽ അതിശക്തമായിരിക്കുന്ന ആയുധത്തിൻ്റെ പ്രവാഹം തന്നെ യഥാർത്ഥത്തിൽ ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നു. അന്ന് സൈനികപരമായ രീതിയിൽ ബലക്ഷയമുള്ള ഒരു രാജ്യം കൂടിയായിരുന്നു ഇസ്രായേൽ. അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് സ്വാഭാവികപരമായി വലിയ രീതിയിൽ അതിജീവനം ഉണ്ടാവുമെന്ന് ലോകം മുഴുവൻ കണക്കുകൂട്ടി. പക്ഷേ ഫ്രാൻസും അമേരിക്കയും ചതി ചെയ്തു. ഈജിപ്ത് അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങൾ ഒറ്റുകൊടുത്തു. അവർ സൈനിക സംഘത്തെ അയച്ചു, തന്ത്രങ്ങൾ മെനഞ്ഞു. അങ്ങനെ ആ യുദ്ധത്തിൽ ഇസ്രായേൽ ജയിക്കുക എന്നുള്ളത് മറ്റുള്ള രാജ്യങ്ങളുടെ, അതായത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അഭിമാനമായിട്ട് തോന്നി. അങ്ങനെയാണ് ആ യുദ്ധത്തിൽ ഇസ്രായേൽ ജയിച്ചത്. ആ ജയിച്ചടക്കി എന്നുള്ള പരാമർശങ്ങളൊക്കെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ജയിച്ചു എന്ന് മാത്രമൊന്നുമല്ല. ശേഷം ഒരുപാട് യുദ്ധങ്ങൾ അതിനുശേഷം ഇസ്രായേൽ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ, അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഗസയുടെ ആക്രമണങ്ങൾ അത് വേറെയുണ്ട്. വെസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റ് ബാങ്കിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങളും വ്യക്തിപരമായ രീതിയിൽ ആളുകളിൽ നിന്നല്ലാതെ അവിടുത്തെ ഭരണകൂടമായിരിക്കുന്ന ഫലസ്തീൻ അതോറിറ്റിയിൽ നിന്ന് നേരിട്ടൊരു യുദ്ധ രീതികളൊന്നും സാധാരണ ഇതിൽ ഇസ്രായേലിൽ ഉണ്ടാവാറില്ല. പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് ഗസയിലെ ഹമാസിൽ നിന്നാണ് എന്ന് ചുരുക്കം. ഇതാണ് ഏറെക്കുറെ യുദ്ധത്തിന്റെ പാറ്റേൺ ആയിട്ട് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. എന്നാൽ 2 യുദ്ധത്തെ ഇറാനുമായിട്ട് ബന്ധപ്പെടുത്തിയ 2 യുദ്ധം ലോകം കണ്ടിട്ടുണ്ട്. ഒന്ന് 2025-ലും 2026 ഫെബ്രുവരി 28 മാസത്തിലും 28 തീയതിക്കും നടന്ന യുദ്ധമാണ്. അതിനുള്ള പ്രത്യേകത എന്ന് പറയുന്ന സമയത്ത് ഈ 2 യുദ്ധവും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിന് ശേഷമുള്ള പ്രത്യാക്രമണമായിരുന്നു, പ്രതിരോധമായിരുന്നു ഇറാൻ തീർത്തത്. ഒന്ന് അമേരിക്ക സംയുക്തമായ രീതിയിൽ ആദ്യത്തെ 2025-ൽ ഇസ്രായേൽ നേരിട്ട്, പിന്നീട് അമേരിക്കയുടെ സഹായവും, അങ്ങനെയാണ് ഉണ്ടായത്. ഇന്നലെ നടന്നിരിക്കുന്ന ആക്രമണം എന്ന് പറഞ്ഞാൽ അതൊരു ചരിത്ര സംഭവമായിട്ട് തന്നെ വിലയിരുത്തപ്പെടുന്നതാണ്. ലോക ചരിത്രകാരന്മാർ ആ വിഷയത്തെ അങ്ങനെ തന്നെയാണ് അഭിമുഖീകരിക്കുന്നത്. കാര്യം എന്ന് പറയുന്നത് പേർഷ്യൻ സാമ്രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്, പേർഷ്യയുടെ ഭാഗമാണ്. ആ ഒരു രാജ്യത്തിൽ നിന്ന്, അത്തരം ഒരു മുസ്ലിം രാജ്യത്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് നേരിട്ട് ഒരു ആക്രമണം നടത്തി എന്ന് പറയുന്നത് ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. പ്രകോപനമില്ലാതെ എന്ന് വേണമെങ്കിൽ പറയാം. ഇറാൻ പറയുന്ന കാര്യം ലെബനാൻ ആക്രമിച്ചു എന്നുള്ളതാണ്. ലെബനാൻ ആക്രമിച്ചാൽ ലെബനാനല്ലേ തിരിച്ചടിക്കേണ്ടത് എന്നുള്ളതാണ് ഇസ്രായേൽ ചോദിക്കുന്നത്. അപ്പൊ ലെബനാൻ ആക്രമിച്ചതിന് പേർഷ്യൻ രാജ്യമായിരിക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യം യാതൊരു മുന്നറിയിപ്പും ഇല്ലാത്ത രീതിയിൽ ശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേലിന് നടത്തി. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എലി വെള്ളത്തിൽ വീണ പോലെ നിന്ന് വിറക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് കാണാൻ വേണ്ടി സാധിച്ചത്. കാര്യം ഇത് അപ്രതീക്ഷിതമാണെന്ന് മാത്രമല്ല, ഇതൊരിക്കലും ഉണ്ടാവുമെന്ന് കരുതിയതല്ല. ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ടാവുമെന്ന് അങ്ങനെയും കരുതിയിട്ടില്ല. പക്ഷെ സംഭവിച്ചതൊക്കെ യാദൃശ്ചികമാണ്. വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്നു എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് 2 തരത്തിൽ ഇതിന് വ്യാഖ്യാനിക്കാൻ വേണ്ടി പറ്റും ഇറാന്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട്. അതിലൊന്ന്, ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ ശക്തി അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്.
പ്രധാനമായിരിക്കുന്ന പോയിന്റ് അതാണ്. രണ്ടാമത്തത്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അവരുടെ സൈനിക ബലവും ശക്തിയും ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഒന്ന് ഇതാണ്, ഇറാന്റെ ശക്തി ഇറാൻ തിരിച്ചറിഞ്ഞു, അതുവരെ തിരിച്ചറിയാത്തതാണ്. രണ്ടാമത്തത്, ഇസ്രായേലും അമേരിക്ക ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. അപ്പൊ ഇവിടെ ഒരു കരാർ വ്യവസ്ഥ നോർമലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അമേരിക്ക അതിൽ ഇടപെട്ടിട്ടാണ് എന്ന് പറയുന്നു, അതല്ലാത്ത രീതിയിലാണെന്ന് പറയുന്നതിനെ പറ്റി ഒരു കൃത്യമായിരിക്കും വിവരം പുറത്തു വന്നിട്ടില്ല. അഥവാ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ നിലവിലൊരു കരാർ വ്യവസ്ഥയുണ്ട്, ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കില്ല എന്നുള്ളത്. ആ കരാർ വ്യവസ്ഥയിൽ ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ടത്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, ഏതെങ്കിലും തരത്തിൽ ലെബനാൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാരകമായിരിക്കുന്ന തിരിച്ചടി ഞങ്ങൾ നൽകും എന്നുള്ളതാണ്. ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു മുസ്ലിം രാജ്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിച്ചു എന്ന് പറയുന്നതും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ അറബ് ഇസ്രായേൽ യുദ്ധം എന്ന് പറയുന്നത് സംയുക്തമായ രീതിയിൽ നടത്തിയ യുദ്ധമാണ്. ഒരു രാജ്യത്തെ ആക്രമിച്ച തിരിച്ചടി എന്നുള്ളതല്ല. ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധത്തിന്റെ ആരംഭം കുറിക്കപ്പെട്ടതാണ് എന്നതാണ് അതിന്റെ ചുരുക്കം. പക്ഷെ ഇവിടെ ഇപ്പോൾ പറയുന്നത്, ഇസ്രായേലിന് വേണ്ടി അമേരിക്കക്ക് യുദ്ധം ചെയ്യാമെങ്കിൽ ലെബനാന് വേണ്ടിയിട്ട് ഇറാനും യുദ്ധം ചെയ്യാം. ഇത് ആരോടാ പറയുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇറാനെ സംബന്ധിച്ചിടത്തോളം അതൊരു മൂന്നാം ലോക രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന സൈനിക രാജ്യങ്ങളുടെ ആദ്യത്തെ ലിസ്റ്റിലോ രണ്ടാമത്തെ ലിസ്റ്റിലോ മൂന്നാമത്തെ ലിസ്റ്റിലോ ഇറാന്റെ പേരില്ല. അതിൻ്റെയൊക്കെ എത്രയോ താഴെയാണ് കിടക്കുന്നത്. 10ാം സ്ഥാനമോ 10ന്റെ താഴെയോ ആണ് ഇറാന്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും കിടക്കുന്നത്. സൂപ്പർ പവറുള്ള രാജ്യം അമേരിക്കയാണ്, പിന്നീട് അത് റഷ്യയാണ്, പിന്നീട് ചൈനയാണ്. അങ്ങനെ എണ്ണിപ്പോൾ ഒരു 4ാം സ്ഥാനം 5ാം സ്ഥാനം ഇന്ത്യയാണ്. ഇന്ത്യ കഴിഞ്ഞിട്ട് വേറെ രാജ്യങ്ങളിൽ ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും ഒക്കെ അതിന് ശേഷം വരുന്നവരാണ്. അതിൻ്റെയൊക്കെ എത്രയോ പിറകിലാണ് കിടക്കുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം. ഈ ഒരു രാജ്യം സൂപ്പർ പവർ ആയിരിക്കുന്ന അമേരിക്ക ഏകദേശം തൊട്ട് താഴെ എന്ന് പറയുന്ന രീതിയിലുള്ള ഇസ്രായേലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിന്റെ ആയുധങ്ങൾ അമേരിക്ക വിലക്ക് വാങ്ങാറുണ്ട്, അമേരിക്കക്ക് വിൽപ്പന നടത്താറുണ്ട്. ലോകത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളിൽ ഇസ്രായേലിന്റെ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങൾ പല തരത്തിലുള്ളതും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ആയുധ മേഖലയിൽ വലിയ ശക്തിയുള്ള രാജ്യത്തിന്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അവരോട് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ, അമേരിക്ക സർവ്വവിധ പിന്തുണയും നൽകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആ പിന്തുണയും ഇടപെടലുകളും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ രണ്ട് രാജ്യങ്ങൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് ഒരു രാജ്യം അതിജീവിക്കുക വലിയ പ്രയാസമാണ്. അമേരിക്ക മനസ്സിലാക്കിയത് അങ്ങനെയാണ്, ഇസ്രായേൽ മനസ്സിലാക്കിയ അങ്ങനെയാണ്, ലോകം മനസ്സിലാക്കിയ അങ്ങനെയാണ്. കൂടി വന്നാൽ 4 ആഴ്ച, അതോടുകൂടി ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാവും, പുതിയ ഭരണ സംവിധാനങ്ങൾ അധികാരത്തിൽ വരും, പുതിയ ഈ സ്ട്രാറ്റജി പ്രഖ്യാപിക്കും, പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള നിയന്ത്രണം അമേരിക്കൻ്റെ കൈവശത്തിലേക്ക് വരും, വെനിസ്വേലയിൽ എന്താണോ നടപ്പിലാക്കിയത് സമാനമായിരിക്കുന്ന സ്ഥിതി അവിടെ ഉണ്ടാവും. അങ്ങനെ തുടങ്ങിയിരിക്കുന്ന കഥകളാണ് അമേരിക്ക ലോകത്തോട് പറഞ്ഞത്. ഡൊണാൾഡ് ട്രംപ് വ്യത്യസ്തമായ രീതിയിൽ, വൈകാരികപരമായ രീതിയിലും സന്തോഷപരമായ രീതിയിലും പത്രക്കാരെ അഭിമുഖീകരിച്ചിട്ടുണ്ട്, ഈ വിഷയങ്ങൾ പറഞ്ഞിട്ട്. ആ തരത്തിലേക്ക് യഥാർത്ഥത്തിൽ ഈ ക്രമത്തെ കൊണ്ടെത്തിച്ചു. എന്നിട്ട് അപ്പോൾ അവിടെയുള്ള വിഷയം എന്ന് പറഞ്ഞാൽ, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ആദ്യത്തെ ഘട്ടത്തിൽ പകച്ചു പോയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഫസ്റ്റിലത്തെ ആക്രമണം എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും ആത്മീയ നേതാവായിരിക്കുന്ന, എല്ലാ കാലത്തും ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായുടെ മരണമാണ്. അദ്ദേഹം മാത്രമല്ല ആ സമയത്ത് ഭരിച്ചത്, ഏകദേശം ഒരു ഡസനോളം സൈനിക കമാൻഡർമാരും ബന്ധപ്പെട്ട അധികാരികളും കൊല്ലപ്പെട്ടു. ഒരു ബിൽഡിംഗ് അപ്പാടെ തകർന്നു വീണു, അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽപ്പെട്ട ആൾ മരണപ്പെട്ടു. വലിയ ദുരന്തത്തിൻ്റെ ഒരു കഥയാണ് ആദ്യത്തെ സമയത്ത് തന്നെ യഥാർത്ഥത്തിൽ ഇറാൻ പറയാനുള്ളത്. അവിടെ അവസാനിച്ചില്ല. പിന്നെ ശാസ്ത്രജ്ഞന്മാരെ കൊലപ്പെടുത്തിയതും, സൈനിക മേധാവികളെ കൊലപ്പെടുത്തിയതും, സൈനിക മേധാവികൾ താമസിച്ച സ്ഥലം ആക്രമിച്ചതും, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന മറ്റൊരു തലത്തിലേക്ക് ആ യുദ്ധം എത്തി. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിലാണ് ആ യുദ്ധം നടത്തിയത് എന്ന് പിന്നീട് അമേരിക്ക സമ്മതിച്ചു. ആദ്യം ഇസ്രായേലിന്റെ പേരായിരുന്നു പുറത്തു വന്നിരുന്നത്, പിന്നീട് 2 പേരും പുറത്തു വന്നു, സമ്മതിക്കപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ നടത്തപ്പെട്ട യുദ്ധമായിരുന്നു അത്. പിന്നീട് ഇറാന്റേതായിരിക്കുന്ന ശക്തി പുറത്തിട്ടു, ഘട്ടം ഘട്ടമായ രീതിയിൽ. അവരങ്ങനെ പ്രയോഗിച്ചു എന്ത് ചെയ്തു? പ്രതിരോധ സംവിധാനങ്ങൾ അപ്പാടെ തകർക്കാൻ വേണ്ടി ഇറാന് സാധിച്ചു. അത് അവർക്ക് വലിയ നേട്ടമായി. തങ്ങളുടെ ആയുധങ്ങൾ കൃത്യമായ രീതിയിൽ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കുമെന്ന തിരിച്ചറിവിൻ്റെ
ബാക്കി പത്രമാണ് യഥാർത്ഥത്തിൽ ഇന്നലെ കണ്ടത് എന്ന് ചുരുക്കം. അഥവാ ഒരു അറേബ്യൻ രാജ്യമല്ലാത്ത ഒരു പേർഷ്യൻ രാജ്യം ഒറ്റക്ക് നിന്നുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിച്ചത് ചരിത്രത്തിൽ ആദ്യം. അതിൻ്റെ ഭീകരമായിരിക്കുന്ന ദൃശ്യങ്ങൾ, ഫോട്ടേജുകളൊക്കെ ഇപ്പം ഘട്ടം ഘട്ടമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഈ വിഷയമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് ചുരുക്കം.